വന്യമൃഗ പ്രശ്നം കേരളത്തിൽ സജീവമായ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. വന്യജീവികളുടെ അതിക്രമം ഗവൺമെൻറ് പ്രത്യേകമായിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനം പുറത്തു വന്ന കാര്യം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഭേദഗതിയോ വരുത്തിക്കൊണ്ട് മാത്രമേ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കൂ. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ക്ഷുദ്രജീവികളായ വന്യമൃഗങ്ങളെയും ജീവികളെയും വെടിവെക്കാനുള്ള അവകാശം വേണം എന്നതാണ്. ന്യായമായ അവകാശം. മനുഷ്യനെ പകവച്ച് എന്നിപ്പം പറയാൻ സാധിക്കില്ല. മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയാണ്. അത്തരം ജീവികളെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആവശ്യമുള്ള സന്ദർഭത്തിൽ വെടിവെച്ച് കൊല്ലുക തന്നെയാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഓർഡിനൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഭേദഗതി അവതരിപ്പിക്കണം. കേരളത്തിലെ പ്രതിപക്ഷ എംപിമാരായിട്ട് ഇവിടെ 18 പേരുണ്ടായിരുന്നു. ഒരു കാര്യവും അവരിതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് നിരന്തരമായിട്ട് ആരോപണം ഉന്നയിക്കുക എന്നതിൻ്റെ അപ്പുറം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷ എംപിമാരാണ് ഇക്കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കേരള ഗവൺമെൻറ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചിട്ടുള്ളതാണ്. ഒരക്ഷരം അതുമായിട്ട് ബന്ധപ്പെട്ട് മിണ്ടിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള മേഖല കണ്ടെത്തി പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഇപ്പോഴ് ഉണ്ടായിട്ടുണ്ട്. ആവശ്യമായ സമയത്ത് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഈ ദുരിതത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ശവം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ലാക്കോടുകൂടി ചില ആളുകൾ നീങ്ങിയിട്ടുള്ളത് എന്ന കാര്യം മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. മുഖപ്രസംഗം പോലും ചിലർ എഴുതിയിട്ടുണ്ട്. 118 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കാൻ വന്യജീവി മനുഷ്യ സംഘർഷ മേഖലയിൽ ഇപ്പോഴ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന സമിതികൾ യോഗം ചേരുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇപ്പോഴ് സ്വീകരിച്ചിട്ടുണ്ട്.